വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ EzyMentor. സോ again ഞാനൊരു ബിഗ് ഡാറ്റ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മളൊരു സീരീസ് തുടങ്ങുകയാണെങ്കിൽ ഒരു അനോവ അല്ലെങ്കിൽ ഒരു കൈസ്കോർ സീരീസ് തുടങ്ങുകയാണെങ്കിൽ കൈസ്കോറിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഒരു കുഞ്ഞു ഡാറ്റ ആയിട്ടായിരിക്കും. ദെൻ കൈസ്കോറിന് തന്നെ സെക്കൻഡ് വീഡിയോയിൽ വരുന്നത് അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് ആയിരിക്കാം. ദെൻ തേർഡ് വീഡിയോ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഫോർത്ത് വീഡിയോ ആകുമ്പോഴേക്കും നമ്മളൊരു ബിഗ് ഡാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എഗെയിൻ ഹിയർ ഓൾസോ വി ആർ ഡൂയിങ് ദ സെയിം മെത്തേഡ്. അതായത് നമ്മൾ അനോവയിലും ഫസ്റ്റ് 2 വീഡിയോസിൽ നമ്മൾ സിമ്പിൾ ഡാറ്റ യൂസ് ചെയ്തു. എഗെയിൻ തേർഡ് വീഡിയോയിൽ നമ്മൾ ഒരു ബിഗ് ഡാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫുൾ മലയാളത്തിലായിരിക്കും. കാരണം കുറച്ച് വ്യൂവേഴ്സ് നമുക്ക് മലയാളീസ് ഉള്ളത് കൊണ്ട് നമ്മൾ മലയാളത്തിലായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ഈ ഒരു ഡാറ്റയിലാണ് നമ്മൾ അനോവ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അനോവയാണ് ടെസ്റ്റ് ചെയ്യേണ്ട ഹൈപ്പോത്തിസിസ്. അതായത് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അനോവയാണ്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് വേരിയബിൾസ് ചൂസ് ചെയ്യണം. ആ വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ അനോവ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഡാറ്റ എന്താണെന്ന് ഒരു ക്ലിയർ ക്ലാരിറ്റി നമുക്ക് കിട്ടിയിരിക്കണം. വാട്ട് ഈസ് മീൻ ബൈ ഡാറ്റ ആൻഡ് വാട്ട് ഈസ് ദിസ് ഡാറ്റ എന്നുള്ളത് നമുക്ക് ക്ലിയർ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് മൂവ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡാറ്റ. സോ ഡാറ്റയിൽ കോളം എയിൽ നമുക്ക് സീരിയൽ നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. അപ് ടു സം ഐ തിങ്ക് ഐ ഡോണ്ട് നോ ഹൗ മച്ച് നമ്പേഴ്സ്. സോ ഇതൊരു ബേസിക്കലി ഞാൻ പറയാം ഇതൊരു കുഞ്ഞു ഡാറ്റ തന്നെയാണ്. കാരണം റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയ്ക്ക് കോളംസും റോസും നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത അത്രയും റോസും കോളംസും ഉണ്ടാവും. സോ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി കൂടി വലുതായതുകൊണ്ട് ഐ സേ ഇറ്റ്സ് എ ബിഗ് ഡാറ്റ എന്ന്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ. സോ കോളം എയിൽ നമുക്കൊന്ന് വരുന്നത് സീരിയൽ നമ്പേഴ്സ് ആണ്. ദെൻ കോളം ബി ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ കോളം സിയിൽ വന്നിരിക്കുന്നത് ജെൻഡർ. സം സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ നെയിംസ് ആണ് കോളം ബിയിൽ വരുന്നത്. ഐ ജസ്റ്റ് ഹൈഡഡ് ദാറ്റ് നെയിംസ് ആൻഡ് ഐ എം ഗോയിങ് വിത്ത് സീരിയൽ നമ്പേഴ്സ് ഓൺലി. സോ കോളം സിയിൽ വരുന്നത് ജെൻഡർ ആണ്. ആൻഡ് ജെൻഡർ ഇൻക്ലൂഡ്സ് മെയിൽ ആൻഡ് ഫീമെയിൽസ് ഓൺലി. ദെൻ കോളം ഡി ഇൻക്ലൂഡ്സ് ഗ്രൂപ്പ്. അതായത് ഇതൊരു സബ്ജക്ട് ടീച്ചറിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ആ ടീച്ചർ ക്ലാസ് സ്റ്റുഡൻസിന് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 അപ് ടു ഗ്രൂപ്പ് 4 വരെയാണ് വരുന്നത്. ദെൻ ടെസ്റ്റ് സ്കോർ, ക്ലാസ്സിൽ അവർക്ക് എക്സാം നടത്തിയപ്പോൾ അവരുടെ സ്കോർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ടെസ്റ്റ് സ്കോർ വരുന്നത്. സോ ടെസ്റ്റ് സ്കോർ നമുക്ക് അവരുടെ ക്ലാസ്സിലെ പെർഫോമൻസ് മാർക്ക്. ദെൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. സം സ്റ്റുഡൻസ് ആർ വെരി ഗുഡ് ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ദേ ആർ യെസ് ആൻഡ് സം സ്റ്റുഡൻസ് ആർ നോട്ട് ഗുഡ്. കുറച്ച് കുട്ടികൾ ആക്റ്റീവ് അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആക്റ്റീവ് അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്, അവരാണ് നോ വരുന്നത്. ദെൻ നെക്സ്റ്റ് വേരിയബിൾ ഇസ് ആക്റ്റീവ്. ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. നമുക്ക് അനോവ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ഈ ഒരു വേരിയബിൾ ആണ്, ആക്റ്റീവ്നെസ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. സം സ്റ്റുഡൻസ് ആർ വെരി ന്യൂട്രൽ, വെരി ആവറേജ് ലെവൽ. നമുക്ക് അവരെയും കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ലാതെ പോകുന്ന കുറേയധികം സ്റ്റുഡൻസ് ഉണ്ട്. ബട്ട് സം ആർ വെരി ഇൻആക്റ്റീവ്. അവർ ഭയങ്കരധികം സൈലൻ്റ് ആയിരിക്കാം, ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാത്ത കുറച്ച് കുട്ടികളുണ്ട്. ദെൻ സം ആർ വെരി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മീൻസ് ദേ ആർ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ ഹൈപ്പർ ആക്റ്റീവ്നെസ്. സോ അങ്ങനത്തെ കുട്ടികളുമുണ്ട്. പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ദെൻ പഠിക്കാൻ വേണ്ടി വരുന്നു ബട്ട് സൈലൻ്റ് ആയിട്ടുള്ള കുട്ടികളുമുണ്ട്. ഈ ഹൈപ്പർ ആക്റ്റീവിൽ നമുക്ക് അവരെന്ത് ക്യാരക്ടർ മേ ബി ദേ ക്യാൻ സ്റ്റഡി, ദേ വിൽ സ്റ്റഡി സംടൈംസ്, but we cannot say they are properly studying or not. Like that we cannot tell that hyperactive students. So next is interest in subject. Interest in subject എന്ന് പറയുമ്പോൾ അവരുടെ സബ്ജക്റ്റിലുള്ള താല്പര്യം. Some says yes, they are very interested in subject. Some says no പറയുന്നവരാണ് നമ്മൾ നോ കൊടുത്തിരിക്കുന്നത്. Then final exam score, അതായത് അവരുടെ മിഡ് ടേം എക്സാം നടത്തിയപ്പോൾ അവർക്ക് ഫൈനൽ 100ൽ അവർക്ക് കിട്ടിയ സ്കോർ എത്രയെന്നുള്ളതാണ് ഫൈനൽ എക്സാം സ്കോറിൽ വരുന്നത്. ദെൻ നോട്ട് കംപ്ലീറ്റഡ് ആയിരുന്നു ഫൈനൽ എക്സാമിന്, അതായത് അവരുടെ ആ മിഡ് എക്സാമിന് അവരുടെ നോട്ട്സ് ഫുൾ കംപ്ലീറ്റഡ് ആയിരുന്നു. കുറച്ച് കുട്ടികളുടെ കംപ്ലീറ്റഡ് ആയിരുന്നു, കുറച്ച് കുട്ടികളുടെ കംപ്ലീറ്റഡ് ആയിരുന്നില്ല. ദെൻ എക്സാം റിസൾട്ട്. ഈ എക്സാം റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഫൈനൽ എക്സാം മാർക്ക് വെച്ചിട്ടാണ്. അതായത് ഫൈനൽ എക്സാം മാർക്ക് 24ന് എബവ് ആയിട്ടുള്ളവരെല്ലാം പാസ്ഡ്, ബട്ട് ഫൈനൽ എക്സാം മാർക്ക് 24ന് ബിലോ വന്നവരെല്ലാം ഫെയിൽഡ്. ഇതാണ് ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ. ദെൻ നമ്മൾ അനോവയിലേക്ക് പാസ് ചെയ്യുമ്പോൾ, അനോവ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ, സോ നമ്മൾ ഡാറ്റനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഡാറ്റ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന്. സോ നെക്സ്റ്റ് നമ്മൾ അനോവയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട 2 വേരിയബിൾസ്, ദിസ് വൺ ആൻഡ് അഗെയിൻ ദിസ് വൺ.
sorry, not this one, this one and again this one. സോ ഈ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനോവ എന്ന ടെസ്റ്റിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനോവയ്ക്ക് എപ്പോഴും 3 ഗ്രൂപ്പ്സ് ഉണ്ടാവണം. അതായത് 2 or more ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, 2 അതിലധികമോ ഗ്രൂപ്പ് വന്നിരിക്കണം അനോവ എന്നൊരു ടെസ്റ്റ് പോകണമെങ്കിൽ. ഇവിടെ നമുക്ക് 3 ഗ്രൂപ്പ് ഉണ്ട്, ഹൈപ്പർ, ഇനാക്റ്റീവ് ആൻഡ് ന്യൂട്രൽ. സോ വി ക്യാൻ go with this variable. ആൻഡ് നമുക്ക് ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ വേണമല്ലോ, അതായത് എന്തിൻ്റെ ബേസിലാണ് നോക്കണ്ടേ എന്നുള്ളത്. ആ വാല്യൂ ആണ് നമ്മുടെ ഫൈനൽ എക്സാം മാർക്ക്. സോ ഈ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഡാറ്റ ഒന്ന് വേറൊരു മോഡലിലേക്ക് മാറ്റണം, അതിനൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. സോ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളവരെ മാത്രം ഒന്ന് എടുക്കുക, അവരുടെ മാർക്കുകൾ മാത്രം എടുത്ത് നെക്സ്റ്റ് ഷീറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. Okay, then next is hyperactive. Then next is inactive. And next is neutral. So ഇത്രയും വേരിയബിൾസ് നമുക്ക് അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കണം. ആക്ച്വലി നമുക്കൊരു ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ എക്സലിൽ, ബട്ട് എൻ്റെ മൈക്രോസോഫ്റ്റ് 365 അല്ലാത്തത് കൊണ്ട് ഐ എം നോട്ട് ഏബിൾ ടു ഗെറ്റ് ദാറ്റ് ഫംഗ്ഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻആക്റ്റീവ്. ഇനാക്റ്റീവ് ആയിട്ടുള്ളവരെ ചൂസ് ചെയ്യുക. നമുക്ക് 3 പേരുള്ളൂ ഇനാക്റ്റീവ് ആയിട്ടുള്ള. സോ അവരെ സെലക്ട് ചെയ്യുക. ആൻഡ് അഗെയിൻ ഇവിടെ ഇനാക്റ്റീവിൻ്റെ കോളത്തിൽ താഴെ വന്ന് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അഗെയിൻ ഡാറ്റയിൽ പോവുക ആൻഡ് ഗോ വിത്ത് ന്യൂട്രൽ സ്റ്റുഡൻസ്. ദെൻ ന്യൂട്രൽ ആയിട്ടുള്ളവരെ അവരുടെ സ്കോർസ് സെലക്ട് ചെയ്യുക. ആൻഡ് അഗെയിൻ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. സോ നമുക്ക് 3 കാറ്റഗറിയും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ്. നമുക്ക് ഡാറ്റ ഈ ഒരു പാറ്റേണിലേക്ക് മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് അനാലിസിസ് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഡാറ്റ. ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ നമുക്ക് എപ്പോഴും അനാലിസിസ് ഓഫ് വേരിയൻസിൽ ഒരു ഹൈപ്പോത്തസിസ്, ഒരു നൾ ഹൈപ്പോത്തസിസും ഉണ്ടാവും, ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ടാവും. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 3 ഗ്രൂപ്പുകളുടെയും മീൻസ് ഈക്വൽ ആണെന്നാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹൈപ്പർ ആക്റ്റീവിൻ്റെ മീൻ ഈക്വൽ ടു ഇനാക്റ്റീവിൻ്റെ മീൻ ഈക്വൽ ടു ന്യൂട്രലിൻ്റെ മീൻ. ആൻഡ് H1 പറയുന്നത് ഈ 3 എണ്ണത്തിൻ്റെയും മീൻസ് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് മീൻസ് ഈക്വൽ ആണോ ഈക്വൽ അല്ലേ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ സെലക്ട് ചെയ്യുക. ANOVA സിംഗിൾ ഫാക്ടർ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ കൊടുക്കുക. ദെൻ ഇൻപുട്ട് റേഞ്ചിനുള്ള ഈ കംപ്ലീറ്റ് ഡാറ്റയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ഡാറ്റ വന്നു. ഇനി ഗ്രൂപ്പ്ഡ് ബൈ എന്നുള്ള ഓപ്ഷനിൽ കോളംസ് ടിക്ക് ചെയ്യുക. ആൻഡ് ലേബിൾസ് ഇൻ ഫസ്റ്റ് റോ. ലേബിൾസ് ഇൻ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ആ ഡാറ്റയുടെ ഫസ്റ്റത്തെ റോ വന്നിരിക്കുന്നത് ലേബിൾസ് ആണെന്ന് ജസ്റ്റ് അനോവയോട് പറയുകയാണ് നമ്മൾ. ദെൻ ഔട്ട്പുട്ട് റേഞ്ച് ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു ലൊക്കേഷൻ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാണ്. ദെൻ ഓക്കെ കൊടുക്കുക. സോ നമുക്ക് അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ട് ഇപ്പം നമുക്ക് ഇത്ര ഈസി ആയിട്ടാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മൾ കണ്ടത്, അനോവ നമ്മൾ കണ്ടത്. സോ നമുക്ക് അനോവയുടെ ഔട്ട്പുട്ട് കിട്ടി. ഇതിനുള്ളിൽ നമുക്ക് കുറേ അധികം റിസൾട്ട്സ് പറയാൻ പറ്റും. ഈ സമ്മറി ടേബിളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് 20 സ്റ്റുഡൻസാണ് വരുന്നതെന്നും അവരുടെ ആവറേജ് സ്കോർ, ഹൈപ്പർ ആക്റ്റീവിൻ്റെ ആവറേജ് സ്കോർ 27.2 ആണെന്നും നമുക്ക് പറയാം. ദെൻ ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് 3 പേരാണ് വരുന്നതെന്നും അവരുടെ ആവറേജ് സ്കോർ 43.3 ആണെന്നും പറയാം. ദെൻ ന്യൂട്രൽ സ്റ്റുഡൻസ് അവരുടെ ആവറേജ് സ്കോർ 52 പോയിന്റ് ആണെന്നും നമുക്ക് പറയാം. സോ ഇതുപോലെ സമ്മറിനുള്ളിൽ നമുക്ക് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ അനോവ ടേബിളിനുള്ളിൽ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ചെയ്തായിരുന്നു. എല്ലാം സെപ്പറേറ്റ്, മീൻ സ്ക്വയർ, ബിറ്റ്വീൻ, സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ, സം ഓഫ് സ്ക്വയർ വിത്തിൻ, സം ഓഫ് സ്ക്വയർ ടോട്ടൽ, ഇതെല്ലാം നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എവ്രി വൺ സെപ്പറേറ്റ്ലി, എവറിത്തിങ് സെപ്പറേറ്റ്ലി. ബിറ്റ്വീൻ ഗ്രൂപ്പിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാനും വിത്തിൻ ഗ്രൂപ്പിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാനും ടോട്ടലിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാനും എല്ലാം നമ്മൾ സെപ്പറേറ്റ്ലി മാനുവലി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ദെൻ മീൻ സ്ക്വയർ കാണാനും ആയാലും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ദെൻ എഫ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് മുന്നത്തെ വീഡിയോയിലുണ്ട്. ഓൾസോ പി വാല്യൂ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന് കിട്ടി. ഈ ഒരു അനോവ ടേബിളിൽ നിന്ന് നമ്മൾ ഇനി റിസൾട്ട് പറയണമെങ്കിൽ
H0 accept ചെയ്യണോ H1 accept ചെയ്യണോ എന്നുള്ളത് പറയണമെങ്കിൽ we will be going with the p-value. p-value ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് H0 accept ചെയ്യണോ H1 accept ചെയ്യണോ എന്നുള്ളത്. അതിന് നമുക്ക് ഇവിടെ റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഫൈനൽ റിസൾട്ട് ആണ്. സോ ഈക്വൽ ടു ഇഫ് ടൈപ്പ് ചെയ്യാം. ഇഫ് ഈ ഒരു പി വാല്യൂ, അതായത് ഈ ഒരു പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.05 ആണെങ്കിൽ we should print accept H0. അല്ലെങ്കിൽ reject H0. ഇങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ കാരണമുണ്ട്. സം സിറ്റുവേഷൻസിൽ നമുക്ക് പി വാല്യൂവിൻ്റെ വാല്യൂ e⁻⁴ ഒക്കെ വരാം. അന്നേരം നമുക്ക് എന്നൊക്കെ ഈ ഒരു വാല്യൂവിൽ കാണുമ്പോൾ അതെന്നാ വലിയ വാല്യൂ ആണോ ചെറിയ വാല്യൂ ആണോ ഒന്നും റീഡ് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇഫ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഇഫ് ഫംഗ്ഷൻ വെച്ച് തന്നെ ഇഫ് ഫംഗ്ഷൻ റീഡ് ചെയ്ത് പറയും അത് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ളത്. സോ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കാണാം റിജക്റ്റ് H0 എന്നാണ് വരുന്നത്. അതായത് H0 റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ H1 അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഹൈപ്പോതെസിസിൽ വരുന്ന കണ്ടീഷൻ. സോ നമ്മൾ H0 റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി H1 അക്സെപ്റ്റ് ചെയ്യുക. അതായത് H0 നമ്മൾ കളഞ്ഞു, H0 അല്ല, പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെന്നാണ് ടെസ്റ്റ് പറയുന്നത്. അതായത് നമ്മുടെ പി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.05 ആയിരുന്നെങ്കിൽ അക്സെപ്റ്റ് എന്നായിരുന്നു. പക്ഷേ ഇവിടെ റിജക്റ്റാണ് വരുന്നത്, പി വാല്യൂ ലെസ് ദാൻ 0.05 ആണ്. ഈ 0.05 എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ വാല്യൂ, ദെൻ സിഗ്നിഫിക്കൻസ് വാല്യൂ ആണ് കേട്ടോ. ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത്. ദെൻ നമുക്കപ്പോൾ ടെസ്റ്റ് റിസൾട്ട് കിട്ടി, മീൻസ് ഈക്വൽ അല്ല എന്ന് കിട്ടി. ആക്ച്വലി നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ മീൻസ് ഈക്വൽ അല്ല എന്നുള്ളത്. ഈ ഒരു ആവറേജ് വാല്യൂ എടുത്ത് നോക്കാം. ഈ ആവറേജ് എന്ന് പറയുന്നതും മീൻ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. സോ ഈ ഒരു ആവറേജിൻ്റെ ഈ ഒരു ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൈ പ്രാക്ടീസ് സ്റ്റുഡൻസിന് 27.2 ആണ്, അതും ഇന്നാക്റ്റീവ് സ്റ്റുഡൻസിന് 43.3 തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ന്യൂട്രൽ സ്റ്റുഡൻസിൻ്റെ വാല്യൂ വെച്ച് എടുക്കുകയാണെങ്കിലും ഹൈപ്പറും വെച്ച് ന്യൂട്രലും വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. സോ മീൻസ് ഈക്വൽ അല്ല എന്നുള്ള ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ പറയാം. പക്ഷേ അനാലിസിസ് പാർട്ടിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് വെറുതെ ആവറേജ് വെച്ച് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളതൊരു പ്രോപ്പർ ഒരു ടെസ്റ്റ് റൺ ചെയ്ത് തന്നെ നോക്കി പറയണം. അതിനാണ് നമ്മൾ അനാലിസിസ് വേരിയൻസ് ടെസ്റ്റ് ANOVA ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജ് സ്കോർ, അതായത് നമുക്ക് ഇവിടുന്ന് മീൻസ് ഈക്വൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ നമുക്കിനി റിസൾട്ട് ചെയ്താലോ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജ് മീൻ സ്കോർ വരുന്നത് 27.2 ആണ്. ആൻഡ് അതായത് അവർ 50% ലെവലിൽ നിന്ന് ബിലോ ആണ് അവരുടെ ഒരു ലെവൽ വരുന്നത്. ആൻഡ് അതുപോലെ പക്ഷേ 24 എന്ന ഒരു പാസിംഗ് സ്കോറിൽ നിന്ന് ഹൈ ആയിട്ടാണ് അവരുടെ ആവറേജ് സ്കോർ കിടക്കുന്നത്. എന്നാലും അവർ തരക്കേടില്ലാതെ ഒന്നും കുറച്ച് പേര് നന്നായിട്ട് സ്കോർ ചെയ്തത് കൊണ്ട് ആവറേജ് ഇങ്ങനെ നിൽക്കുന്നു. ആൻഡ് ഇനാക്റ്റീവ് സ്റ്റുഡൻസ്, നമ്മൾ വിചാരിക്കും ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഭയങ്കര മോശമാണെന്ന് കരുതിയിട്ടാണ്, പക്ഷെ അല്ല, അവർ ഒരു 43.3 അടുത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 43.3 ഉണ്ട്. ദെൻ ന്യൂട്രൽ സ്റ്റുഡൻസിനടുത്ത് നോക്കുകയാണെങ്കിലോ അവരിൽ പഠിക്കുന്നവരും വരാം പഠിക്കാത്തവരും വരാം. സോ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് അതായത് അവരുടെ എല്ലാവരുടെയും സ്കോർസ് എടുത്ത് നോക്കി അതിൻ്റെ ആവറേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ 52.03 വരുന്നത്. ഈ ന്യൂട്രൽ സ്റ്റുഡൻസിൽ 98 സ്കോർ ചെയ്ത കുട്ടിയും വരാം. പക്ഷേ 98 സ്കോർ ചെയ്തവനും ആൻഡ് ഒരു 52 സ്കോർ ചെയ്തവനും ഇവർ തമ്മിൽ മീൻ എടുത്ത് കഴിയുമ്പോൾ നല്ല വേരിയേഷൻ വരുമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു മീൻ കുറഞ്ഞു വന്നിരിക്കുന്നത്. സോ നമുക്ക് കാണാം ഇനാക്റ്റീവ് സ്റ്റുഡൻസ് നല്ല ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, അവർക്ക് നല്ല ആവറേജ് സ്കോർ ഉണ്ട്. അതുപോലെ ന്യൂട്രൽ ആയിട്ടുള്ളവരുടെയും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് അവരും സ്കോർ ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ ആക്റ്റീവും കുഴപ്പമില്ല, പക്ഷേ ഇവരുടെ ആരുടെയും മീൻസ് ഈക്വൽ അല്ല, മീൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അനാലിസിസ് ഓഫ് വേരിയൻസ് ടെസ്റ്റ്. ഇതാണ് നമ്മൾ ആക്ച്വലി അനാലിസിസ് ഓഫ് വേരിയൻസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് മീൻസ് ഈക്വൽ അല്ല എന്ന് കിട്ടി. സോ ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് ക്ലാസ് ആൻഡ് അടുത്ത ദിവസം ഞാൻ പുതിയൊരു ടെസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബൈ ബൈ.